ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. 2 തരം പപ്പടങ്ങളാണ് ഇന്നുണ്ടാക്കുന്നത്. ഒന്ന്, 1 കപ്പ് പച്ചരി മാവ് കൊണ്ട് ബിഗിനേഴ്സിന് പോലും തയ്യാറാക്കാൻ പറ്റുന്ന പപ്പടമാണ് ഇന്നുണ്ടാക്കുന്നത്. ഇത് ഉണക്കാൻ വെയിലിൻ്റെ ആവശ്യമില്ല, നിഴലിലോ ഫാൻ കാറ്റിലോ ഉണക്കിയാൽ മതി. രണ്ടാമത്തത് ചൊവ്വരി വെച്ചാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം നമ്മൾക്ക് പച്ചരി പപ്പടം തയ്യാറാക്കാം. എല്ലാവരുടെ വീടുകളിലും പച്ചരി മാവ് ഉണ്ടാവുമല്ലോ. പുട്ടിൻ്റെ മാവല്ല, പത്തിരി, ഇടിയപ്പം, ആപ്പം എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കുന്ന പച്ചരി മാവാണ് നമ്മൾക്ക് വേണ്ടത്. ഒരു മിക്സി ജാറിൽ 1 കപ്പ് പച്ചരി മാവ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. മൈദ മാവിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവും ചേർക്കാം. 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നിളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നൈസായി അരച്ചെടുക്കണം. അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു കരണ്ടിയിൽ മാവ് മുക്കിയെടുത്ത് കൈകൊണ്ട് ഇങ്ങനെ വരഞ്ഞാൽ ചാലുപോലെ കിട്ടണം. അതാണ് പാകം. മാവ് ഒരുപാട് ലൂസാവാനും പാടില്ല, അതുപോലെ കട്ടിയാവാനും പാടില്ല. നമ്മൾ 1/4 കപ്പ് ചൊവ്വരി കഴുകി 2 മണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്നു. ചൊവ്വരിയിലെ വെള്ളം കളഞ്ഞ് ചൊവ്വരി 3 ബൗളിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓരോ കളർ ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ചൊവ്വരിയിൽ പച്ച കളറാണ് ചേർക്കുന്നത്. ആർട്ടിഫിഷ്യൽ കളറിന് പകരം പാലക്കില, മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില എന്നിവ അരിച്ചെടുത്ത ചാറ് ലേശം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി രണ്ടാമത്തെ ചൊവ്വരിയിൽ മഞ്ഞ കളറാണ് ചേർക്കുന്നത്. മഞ്ഞ കളറിന് പകരം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നിളക്കിയെടുത്താലും മതി. മൂന്നാമത് നമ്മൾ ചേർക്കുന്നത് ഡാർക്ക് പിങ്ക് കളറാണ്. ഇതിന് പകരം ബീട്രൂട്ട് അരിച്ചെടുത്ത ചാറ് ലേശം ഒഴിച്ച് ഇളക്കിയെടുത്താൽ മതി. കാണാനുള്ള ചന്തത്തിനാണ് ഈ 3 കളറും ചേർത്തത്. അടുത്തതായി നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രത്തിൽ ഏകദേശം 1/2 ഭാഗം വെള്ളമൊഴിക്കുക. അതിനുശേഷം പാത്രം ഒരു കോട്ടൺ തുണി കൊണ്ട് മൂടി കോട്ടൺ ചരട് കൊണ്ട് തന്നെ ടൈറ്റായി കെട്ടുക. എക്സസ് ഉള്ള തുണി കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഗ്യാസിൽ നിന്നും തീ തുണിയിലേക്ക് പടരും. മാവിലേക്ക് 1/2 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ തുണി നനഞ്ഞ് തുണിയിലൂടെ ആവി വരും. ഈ സമയം നമ്മൾക്ക് ഒരു ചെറിയ തവി മാവ് കോരി ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം. മുകളിൽ നമ്മൾ 3 കളർ ചേർത്ത് വെച്ച ചൊവ്വരിയിൽ നിന്നും കുറേശ്ശെ എടുത്ത് വിതറി കൊടുക്കാം. ചൊവ്വരി നല്ലപോലെ കുതിർന്നിരിക്കണം, അല്ലെങ്കിൽ പപ്പടം ഉണങ്ങി കാച്ചുമ്പോൾ ചൊവ്വരി കല്ല് പോലെ കിടക്കും. 3 കളറും വിതറിയ ശേഷം ഒരു മൂടി കൊണ്ട് മാക്സിമം 30 സെക്കൻഡ് മൂടി വെച്ച് വേവിക്കുക. മാവ് വെന്ത് വശങ്ങളിൽ നിന്നും താനെ വിട്ടുവരും. ഇനി ഇത് ദോശ ചുടുന്ന ചട്ടകം കൊണ്ട് മെല്ലെ എടുക്കുക. ഇങ്ങനെ ഓരോന്നും 30 സെക്കൻഡ് മാത്രം വെച്ച് ആവി കയറ്റിയെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ പപ്പടം വേവിക്കാൻ കഴിയും. ഇനി ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെറിയ പ്ലേറ്റുകളിൽ എണ്ണ തടവി മാവ് ഓരോ തവി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഇടിയപ്പ സ്റ്റാൻഡിൽ വെച്ച് ഇഡ്ഡലി പാത്രത്തിൽ ഇറക്കി വെച്ച് 1 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. ലേശം ആറിയതിനു ശേഷം ഈസിയായി പ്ലേറ്റിൽ നിന്നും പപ്പടം അടർത്തിയെടുക്കാൻ കഴിയും. ഇനി നമ്മൾ രണ്ടാമതായി ചൊവ്വരി കൊണ്ടുള്ള പപ്പടമാണ് തയ്യാറാക്കുന്നത്. ആദ്യത്തെ പപ്പടം ഉണ്ടാക്കിയ ശേഷം ബാക്കി വന്ന ചൊവ്വരിയും കുതിർത്ത 1 കപ്പ് ചൊവ്വരിയും ഒരു പാത്രത്തിലിട്ട് 9 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് ചൊവ്വരിക്ക് അതേ കപ്പിൽ 9 കപ്പ് വെള്ളം വയ്ക്കണം. ഇനി ഇത് നല്ലപോലെ വേവിക്കുക. മാവ് കുറുകി കണ്ണാടി പാകമായ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കുക. ആറിയ ശേഷം പ്ലാസ്റ്റിക് ഷീറ്റിൽ 1 തവി വീതം ഒഴിച്ച് വെയിലത്ത് വെച്ച് 1 ദിവസം ഉണക്കിയെടുക്കുക. നമ്മൾ ആദ്യം തയ്യാറാക്കിയ പപ്പടവും വെയിലത്ത് വയ്ക്കുക. 2 ദിവസം കൊണ്ട് തന്നെ നല്ലപോലെ പപ്പടം ഉണങ്ങിക്കിട്ടും. ഇനി ഇത് എയർ ടൈറ്റായി സ്റ്റോർ ചെയ്ത് വെച്ചാൽ 1 കൊല്ലം വരെ യൂസ് ചെയ്യാം. ഇനി നമ്മൾക്ക് 2 തരം പപ്പടവും വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കാൻ വെക്കാം. ആദ്യം നമ്മൾക്ക് പച്ചരി പപ്പടം വറുത്തു കോരാം.
എണ്ണ നല്ലപോലെ ചൂടായ ശേഷമേ പപ്പടം ഇടാവൂ. പപ്പടം എണ്ണയിലിട്ടതും സൈസ് വർദ്ധിച്ച് മൊരിഞ്ഞു വരും. ഈ പപ്പടം കാണാൻ തന്നെ എന്തു മനോഹരമാണല്ലേ. ഇനി രണ്ടാമതായി നമ്മൾക്ക് ചൊവ്വരി പപ്പടം വറുത്തെടുക്കാം. ഇതും ആദ്യത്തെ പപ്പടം പോലെ തന്നെ സൈസ് എല്ലാം വർദ്ധിച്ച് നല്ലപോലെ മൊരിഞ്ഞു വരും. അങ്ങനെ നമ്മൾ 2 പപ്പടവും കാച്ചിയെടുത്തിട്ടുണ്ട്. ഈ പപ്പടം ചോറിനും 4 മണിക്ക് സ്നാക്സായും യൂസ് ചെയ്യാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് യാതൊരു കഷ്ടപ്പാടുമില്ലാതെ പപ്പടം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമല്ലോ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.